ഇന്നത്തെ അറിയിപ്പുകൾ. ആധാർ ആപ്പ് പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ. ഇനി വ്യക്തിഗത വിവരങ്ങൾ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ആപ്പ് വികസിപ്പിച്ചെടുത്തത്. ആധാർ സേവാ കേന്ദ്രങ്ങളിലെത്താതെ ആപ്പ് ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ വർഷം അവസാനത്തോടെ ഈ ആപ്പ് ലോഞ്ച് ചെയ്യും. ഉപയോക്താക്കൾക്ക് അവരുടെ പേര്, താമസവിലാസം, ജനനത്തീയതി തുടങ്ങിയ പ്രധാന വ്യക്തിഗത വിവരങ്ങൾ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നതിനായാണ് പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ. ഫേസ് ഐ ഡി സാങ്കേതികവിദ്യയുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംയോജിപ്പിക്കുന്നതിലൂടെ ആപ്പ് ഇന്ത്യയിലുടനീളമുള്ള ഉപയോക്താക്കൾക്ക് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ ഡിജിറ്റൽ ആധാർ സേവനങ്ങൾ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വന്ദേ ഭാരതിന്റെ നിർമ്മാണം 100 എണ്ണം കടന്നു. രാജ്യത്തിന്റെ പ്രധാന റൂട്ടുകളിലെല്ലാം ഇതിനോടകം വന്ദേ ഭാരത് എത്തിക്കഴിഞ്ഞു. സിറ്റിംഗ് സീറ്റ് കോച്ചുകളുടെ നിർമ്മാണം നിർത്താനും ആലോചന. 2025-26 വർഷം 200 വന്ദേ ഭാരത് വണ്ടികളും 100 നോൺ AC അമൃത് ഭാരത് വണ്ടികളും 2025-27 50 വന്ദേ സ്ലീപ്പർ വണ്ടികളും പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു. ആദ്യം 8, 16 കോച്ചുകളിലായിരുന്ന വന്ദേ ഭാരത് ഇപ്പോൾ 20 കോച്ചുകളിലെത്തി. എഞ്ചിൻ വലിച്ചു കൊണ്ടുപോകുന്ന പഴയ കോച്ച് സംവിധാനം മാറ്റി എന്നതാണ് വന്ദേ ഭാരതിന്റെ പ്രത്യേകത. ലോക്കോമോട്ടീവ് എഞ്ചിൻ ഇല്ലാതെ ട്രാക്ഷൻ മോട്ടോറുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തനം. -ഡിഗ്രിയിലും ഓടിക്കാവുന്ന പ്രത്യേക ഫീച്ചറുമായി കശ്മീരിൽ ഈ വർഷം പ്രത്യേക പതിപ്പും സർവീസ് ആരംഭിച്ചിരുന്നു. ഇന്ത്യയിലെ പകുതിയിലധികം വന്ദേ ഭാരതുകളും യാത്രക്കാരുടെ എണ്ണത്തിൽ മുന്നിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അസാപ് കേരളയുടെ വിഴിഞ്ഞം പനവിളക്കോട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഞായറാഴ്ച സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കും. ഉദ്യോഗാർത്ഥികൾ അന്ന് രാവിലെ 10-ന് ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി പനവിളക്കോട് സ്കിൽ പാർക്കിൽ എത്തിച്ചേരണമെന്ന് അധികൃതർ അറിയിച്ചു.